അറിയുന്നു. നമ്മുടെ ഉള്ളങ്ങളെ വായിച്ചറിയുന്ന ദൈവത്തിന്റെ സന്നിധി കവറമില്ലാത്ത ഹൃദയങ്ങളോട് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരവിട്ട് മാനിക്കും. ഹല്ലേലൂയ. ഐശ്വര്യമായി എല്ലാ രംഗത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും ജെയിംസ് വർഗീസ്, ഫ്ലോറിഡ. ദാസന്റെ റേഡിയോയിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒരു ഗാനം ഇപ്പോൾ ആലപിക്കും. നമുക്ക് ആസ്വദിക്കാം. പാട്ടിനായി കർത്താവ് ദാസനെ ക്ഷണിക്കും. ഹല്ലേലൂയ. ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ, ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താദൈവമേ, ആശിഷമാരിയുണ്ടാകും വീണ്ടും നൽ ഉണർവുണ്ടാം കുന്നു പല്ലങ്ങളിന്മേലും കേൾവന്മഴയിൻ സ്വരം, ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താദൈവമേ, ആശിഷമാരിയുണ്ടാകും ആ കർത്ത ഞങ്ങൾക്കും താ ഇപ്പോൾ നിൻ വാഗ്ദത്തം ഓർത്തു നൽവരം തന്നിടുക, ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താദൈവമേ, ആശിഷമാരിയുണ്ടാകും എത്ര നന്നിന്നു പെയ്കിൽ പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താദൈവമേ, ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴ താദൈവമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർമാനം ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ദൈവവചനം പഠിപ്പിക്കുവാനായി പോകുന്നു. അതിന് മുമ്പായി ഹല്ലേലൂയ തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനും ബുദ്ധിമണ്ഡലങ്ങൾ അതിരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിലേറിയ ആലോചന, ദൈവശബ്ദം, തേജസ്സിന്റെ ശുശ്രൂഷ രാത്രി വെളിപ്പെടുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സാധിക്കുന്നതിനായി ചുരുക്കമായി പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്നേഹവാനേ സ്വർഗ്ഗസ്ഥപിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവെ വീണ്ടും ദൈവത്തെ പ്രാവശ്യം കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും
പ്രളയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ അടികളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ക്ഷമിക്കണമേ കർത്താവെ. ദൈവസന്നിധി ഏകാഗ്രതയോടെ ഇരിപ്പാൻ കർത്താവെ. അവിടുത്തെ സന്നിധി വിശ്വസ്തയോട് ജീവിപ്പാടികൾക്ക് പിന്നെയും കൃപണമേ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ. നല്ല പാട്ട് കേൾപ്പാനൊക്കെ അടിങ്ങൾക്കിടയാകിയല്ല കർത്താവെ. പിന്നെ അടിങ്ങൾക്ക് ദൈവവചനത്തിന് മുമ്പിലായി തീരുവാൻ അവിടെ സഹായിച്ചാട്ട് കർത്താവെ. ദൈവമേ വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനവുമായി നിൽക്കുമ്പോൾ കർത്താവെ ആത്മനിയോഗത്തിൽ സംസാരിപ്പാൻ പഠിപ്പിപ്പാനൊക്കെയും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കുന്ന അടിയങ്ങളുടെ ഹൃദയത്തിലത് കർത്താവെ അവിടുന്ന് പതിവാനുവാതിര ഹൃദയത്തോടെ വചനം ഗ്രഹിപ്പാനൊക്കെ അടികൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ ദാസനെ അതിനായി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മനിയോഗത്തിൽ കർത്താവെ അവിടുത്തെ വചനം ശുശ്രൂഷിപ്പാടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശരീരത്തിലും ആത്മാവിനും ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകാഗ്ര ഹൃദയത്തോടെ ലൈലായിപ്പ ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് അടികളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ശിരമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ ദിവസത്തിലായിരിക്കാം. തിരുവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുവാനൊക്കെയും ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിംജൻ നാട്ടിലേക്ക് സുശേഷമായിട്ട് കടന്നു പോയിരിക്കുന്നല്ലോ. ആ സ്ലോട്ടിലാണ് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. നടത്തി മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. മനോഹരമായ പാട്ടുപാടിയ ദൈവദാസനായി സ്തുതിക്കുന്നു. പാട്ടുപാടിയതുപോലെ അനുഗ്രഹത്തെ ദൈവം അയക്കുവാൻ, ദൈവത്തിന്റെ ഒരു മാരിയെ നമ്മുടെ ജീവിതത്തിൽ അയക്കുവാൻ നമുക്ക് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാകിയാൽ നമുക്ക് ദൈവത്തെ എപ്പോഴും നമുക്ക് സ്തുതിക്കുവാനുള്ള കാരണം അതാണ്. കാരണം മനുഷ്യരെല്ലാം മാറും, ഒപ്പീനിയൻസ് എല്ലാം മാറും, സജഷൻസ് എല്ലാം മാറും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സക്സസ് ലഭിക്കുന്നില്ല എന്ന് മാത്രം. ഇന്നത്തെ ലോകം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയും ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം നോക്കുമ്പോൾ ലോകം മുഴുവൻ ന്യൂസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സുവിശേഷം ഒരു നല്ല വാർത്തയാണ്. എന്നാൽ ആ വാർത്ത, സുവിശേഷം എന്ന വാർത്ത, ആ സുവാർത്ത ഇന്ന് ഒരു പത്രത്തിലോ CNN എങ്ങുമില്ല. ആകെയുള്ള വാർത്ത എന്ന് പറയുന്നത് ഇബോള വൈറസിന്റെ സ്റ്റോറിയാണ്. ഡാളസുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. അതാണ് ഒരു സൈഡിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ലൈബീരിയ എന്ന രാജ്യത്ത് ആയിരങ്ങൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രോളും ഇല്ലാതെ ദേശം മുഴുവൻ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. മറുസ്ഥലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഐസിസിന്റെ ഭാരത്താൽ ആയിരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ആയിരമാണ് മരിച്ചതെന്നോ കൊല്ലപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നൈജീരിയയിൽ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മുഖാന്തരം അനേക ദൈവമക്കളും അല്ലാത്തവരും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു, വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. ലോകം മുഴുവൻ കഷ്ടതയും പ്രയാസങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിരിക്കുമ്പോൾ ഇസ്രായേലിൽ സമാധാനമില്ല, പാലസ്തീനിൽ സമാധാനമില്ല, റഷ്യയിൽ ഉക്രൈനിൽ എങ്ങും സമാധാനമില്ല. എന്നാൽ ദൈവമക്കൾ ഇതിന്റെ മധ്യത്തിൽ പാർക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമാണ്. ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരുടെ ഇടയിൽ ദൈവമക്കളുണ്ട്. അവരെയും ദൈവം കരുതുന്നു. അവർ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു എങ്കിലും അവരുടെ നിത്യത അല്ലെങ്കിൽ എറ്റേണിറ്റി ദൈവം സെക്യൂർ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലത്ത് സമാധാനത്തിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. മിക്കവാറും
നമുക്കെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തലവേദനയുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, ജോലിയിലെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നവുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഒരു പ്രശ്നമല്ല. ഇബോളയുടെ വിഷയമോ ഐസിസിന്റെ വിഷയമോ ബൊക്കോ ഹറാമിന്റെ വിഷയമോ അല്ലെങ്കിൽ പലസ്തീനിലെ യുദ്ധമായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിഷയം അത്ര വിഷയമല്ല. എന്നാൽ അവരവരുടെ വിഷയമാണ് ഏറ്റവും വലുത്. ദൈവത്തിന്റെ വചനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യമാണ്. നമ്മൾ 2 ആഴ്ച പഠിച്ചത്. അതിനുമായിട്ട് ബന്ധത്തിൽ തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അതായിരുന്നു നമ്മുടെ വാക്യം. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സമയം, തക്കത്തിലുള്ള സമയം. നമ്മുടെ വർഷം ഇത്രയും വർഷമേ നമുക്കുള്ളൂ. ആദ്യത്തെ 10-15-20 വർഷമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും, സ്കൂളിലും അല്ലെങ്കിൽ പഠിത്തമൊക്കെ ആയിട്ട്. പിന്നെ അവസാനത്തെ കുറെ വർഷങ്ങൾ നമ്മൾ വയ്യാതെയും നമ്മുടെ വീട്ടിലൊക്കെ ഒതുങ്ങിയിരിക്കും. എന്നാൽ അതിനിടയ്ക്ക് ഒരു പീരീഡ് ദൈവം തന്നിട്ടുണ്ട് എല്ലാവർക്കും. അതാണല്ലോ സമയം നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്തെക്കുറിച്ച് മാത്രമല്ല. അതിലുപരിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സമയത്തെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ഒരാഴ്ചയെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്താൽ നമ്മൾ 2, 3, 4 മണിക്കൂറാണ് ഒരു ആരാധന ആലയത്തിൽ, സഭായോഗത്തിൽ, സഭയുടെ കൂടിവരവിൽ കഴിയുന്നത്. ബാക്കി നല്ലൊരു സമയം നമ്മൾ ഭവനത്തിൽ കഴിയുന്നു, ഒരുപക്ഷെ ഉറങ്ങുകയായിരിക്കും. എന്നാൽ നമ്മുടെ ക്വാളിറ്റി ടൈം, ഏറ്റവും എനർജിയുള്ള, ഉണർവുള്ള, അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന, നമ്മൾ എനർജിയോടുകൂടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടു, നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന, ചിലയിടത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അത് ഹോസ്പിറ്റലിലാകാം, അത് ഒരു ഇൻഡസ്ട്രിയിലാകാം, അത് ഏതെങ്കിലും ഓഫീസിലാകാം, എവിടെയും ആകാം. സംഹൗ സംവെയർ, കോളേജിലോ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനാണെങ്കിൽ പഠിക്കുന്ന വിഷയത്തിലോ വാട്ടെവർ, അവരെ ദൈവം വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ്. 4 വർഷം അല്ലെ 4.5 വർഷം കൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ റൂളാണ്. അതിൽ നിന്ന് ഓഫ് ട്രാക്ക് ആയി പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷം എടുത്തെന്നിരിക്കും, പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും. എന്നാൽ എല്ലാത്തിനും ഒരു സെറ്റ് പീരീഡ് വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ സെറ്റായിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പുറത്തുള്ളവരെന്നും അകത്തുള്ളവരെന്നും 2 കൂട്ടരെ കുറിച്ച് നമ്മൾ പഠിച്ചു. യേശുക്രിസ്തു ഉള്ളവരും യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും നമ്മളെപ്പോലുള്ളവരുമായിരിക്കുന്നവർ അകത്തുള്ളവരും, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയാത്തവര്, കഴിഞ്ഞിട്ടില്ലാത്തവര്, കേട്ടിട്ടില്ലാത്തവര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ബ്ലാക്സോ വൈറ്റ്സോ ഹിസ്പാനിക്കോ ആര് തന്നെ ആകട്ടെ, അവർ പുറത്തുള്ളവരും. അപ്പോൾ ഈ ഡിസ്റ്റിങ്ഷൻ എല്ലാ കാലത്തും ഉണ്ട്. ബൈബിളിലെ കാലത്തുമുണ്ട്, ഈ കാലത്തുണ്ട്, ഏത് കാലത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡ്യൂട്ടി, ഈ 4 മണിക്കൂർ സമയം, 5 അല്ലെങ്കിൽ 6 മണിക്കൂർ സമയം നമ്മൾ ഒരാഴ്ചയിൽ ചെലവഴിക്കുന്ന സഭയുടെ ആരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാണല്ലോ സങ്കീർത്തനം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യുന്നെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ആലയത്തിലേക്ക് ഒന്ന് പോകുക, ദൈവത്തെ ഒന്ന് സ്തുതിക്കുക, പാട്ടുകൾ പാടുക, വചനം കേൾക്കുക, അതാണ് നമ്മുടെ ആനന്ദം. എന്നാൽ നമ്മൾ മറന്നു പോകുന്നത് എന്താണ്? അതേ ദൈവം തന്നെയാണ് നമ്മളെ 40 മണിക്കൂറോ 50 മണിക്കൂറോ 60 മണിക്കൂറോ മറ്റ് പല സ്ഥലങ്ങളിലും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷ എന്താണ്? അവിടെ നമ്മൾ എങ്ങനെയായിത്തീരണം? ഇതാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന വിഷയം. അപ്പോൾ അവിടെ സംസാരിക്കുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, നമ്മൾ ആരാണ്, നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാണ്, ദാസിമാരാണ്, ഫുൾ ടൈം മിനിസ്ട്രിയിലാണ് എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. പാർട്ട് ടൈം മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി ഇല്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് വിളിച്ചാക്കിയിരിക്കുന്ന എവിടാണോ അത് ഫുൾ ടൈമാണ്. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെടുത്ത് സൈൻ ചെയ്താൽ അത് ശുശ്രൂഷയാണ്. അവിടെ യേശുവിന്റെ നാമമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഒരു രോഗിയെ ശുശ്രൂഷിച്ചാൽ അത് ശുശ്രൂഷയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ അത് ഫുൾ ടൈം ശുശ്രൂഷയാണ്. അപ്പം കാരണം പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആയിട്ടൊന്നും ദൈവം തിരിച്ചിട്ടില്ല. എവിടെ ദൈവം വെച്ചിരിക്കുന്നോ അവിടാണ് നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. കൊട്ടാരത്തിലെ
നല്ല ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. എന്നാൽ ദാനിയേൽ ഫുൾ ടൈം മിനിസ്റ്റർ ആയിരുന്നു. ദൈവത്തിന്റെ മർമ്മങ്ങൾ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ദാനിയേലിനെയാണ് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ സഭയുടെ പരിപാലനത്തിന് വേണ്ടി ദൈവം ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അംബാസഡേഴ്സ്, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അംബാസഡേഴ്സ് ആയിട്ട് നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മൾ ജോലി അല്ലെങ്കിൽ പുറത്ത് സഭയ്ക്ക് വെളിയിൽ പുറത്തുള്ളവരുടെ ഇടയിൽ ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സഭയ്ക്കുള്ളിലാണ്. ശരിയാണ്, സഭയ്ക്കുള്ളിൽ നമ്മളെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ സഭയ്ക്ക് വെളിയിലുള്ള അപ്പോയിന്റ്മെന്റിനെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശം എന്താണ്? 30 വർഷം, 20 വർഷം, 10 വർഷം, 5 വർഷം ഒക്കെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ആ സ്ഥലവുമായിട്ടുള്ള ബന്ധത്തിൽ നിത്യതയിൽ ഞാൻ എങ്ങനെയായിരിക്കണം? ഓരോ ദിവസവും ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞുപോയി, നാളെ ഇന്നിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഹിസ്റ്ററിയായി മാറി. ആ ഹിസ്റ്ററി ആണെങ്കിൽ അതിന്റെ റെക്കോർഡ് സ്വർഗത്തിലുണ്ട്. നമ്മൾ സ്വർഗത്തിൽ അനന്തകാലം അല്ലെങ്കിൽ കോടാനുകോടി നമുക്കറിയത്തില്ല, പറയുന്ന ആ സമയത്തിന് നമുക്കറിയത്തില്ല. ആ എറ്റേണിറ്റിയിൽ നമ്മുടെ ഓരോ ദിവസവും റിവ്യൂ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. ഭൂമിയിൽ ചെലവഴിച്ച ഓരോ ദിവസവും റിവ്യൂവിന് വേണ്ടി വിളിക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്തു തീർത്ത അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിൽ ദൈവത്തിന്റെ നാമം ഉണ്ടായിരുന്നോ, ദൈവത്തിന്റെ നാമം അതിലൂടെ മഹിമപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം എറ്റേണിറ്റി ആയിട്ടുള്ള കമ്പയർ ചെയ്ത് ചെയ്യാക്കത്തുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം ഇംപ്രിന്റഡ് ആയിപ്പോയി, ബാക്കപ്പ് ചെയ്തു പോയി എറ്റേണിറ്റിയിൽ. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ അതിന്റെ ബാക്കപ്പ് അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ പോയി ഒരു ഗ്യാസ് അടിക്കാൻ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് കാർഡുകാരൻ എത്ര ഇതുപോലെ മില്യൺസ് ഓഫ് ആൾക്കാർ എത്ര ഗ്യാസ് സ്റ്റേഷനിൽ നിൽക്കുന്നെങ്കിലും ആ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് പരിശോധിച്ച് കഴിഞ്ഞ മാസത്തെ ബില്ല് പേ ചെയ്തതെന്ന് നോക്കി എല്ലാം ക്ലിയർ ആണോന്ന് നോക്കി അത് സൂപ്പർ കമ്പ്യൂട്ടർ എവിടെയോ ഇരിക്കുന്നത് അത് ചെക്ക് ചെയ്ത് അനുവദിച്ചെങ്കിൽ മാത്രമേ ഗ്യാസ് അടിക്കാക്കത്തുള്ളൂ. ഇത്ര നമ്മുടെ കഴിഞ്ഞ റെക്കോർഡ് പുള്ളി ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി കമ്പ്യൂട്ടറിൽ നമ്മുടെ കഴിഞ്ഞ ഇന്നലെ വരെ ഗ്യാസ് അടിച്ച അല്ലെങ്കിൽ ഇന്നലെ വരെ ചെലവാക്കിയ ചരിത്രങ്ങൾ മുഴുവൻ വരും. ഇത്രയ്ക്കും നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിനെ ഹിസ്റ്റോറിക്കൽ ആക്കുന്നെങ്കിൽ ലോകത്തിലെ കമ്പ്യൂട്ടർ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ നമ്മളിത് വിശ്വസിക്കുന്നുണ്ട്. ആക്സിഡന്റലായിട്ട് ആരും ദൈവരാജ്യത്തിലില്ല. മുമ്പേ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ തലയിലെ ഒരു മുടി താഴെ വീഴുന്നെങ്കിൽ അതും കൂടെ റെക്കോർഡാ. അത്രയ്ക്കും പിൻ പോയിന്റഡ് ആണെങ്കിൽ നമ്മുടെ ഈ സമയം ഏറ്റവും ക്രീമായിട്ടുള്ള ടൈമിന് നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ആലോചിക്കണം, ജോലിക്ക് പോകുമ്പോൾ, കർത്താവേ താങ്ക് യു ഫോർ സെൻഡിങ് മീ ടു മൈ അപ്പോയിന്റഡ് പ്ലേസ്. അപ്പം ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയാണത്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളിലും സുവിശേഷം പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇതുവരെ പറഞ്ഞത്. നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ ദൈവികമാണ്, അത് ഡിവൈൻ ആണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഡിവൈൻ എന്നും കോമൺ എന്നും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധവും സാധാരണവും. നമ്മുടെ ജീവിതത്തിൽ സാധാരണം എന്ന വാക്കിന് അർത്ഥമില്ല. കാരണം നമ്മൾ ചെയ്തതെല്ലാം ഡിവൈനിൽ ആയി. കാരണം ഡിവൈൻ ആയിരിക്കുന്ന വിശുദ്ധമായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള സാധാരണ കാര്യത്തിൽ ഇടപെടാൻ ഒക്കത്തില്ല. എന്നാൽ ദൈവം വെച്ചിരിക്കുന്നത് വിശുദ്ധനായി ഇരിക്കുന്ന, വിശുദ്ധിയോടെ ഇരിക്കുന്ന വ്യക്തി, കോമൺ ആളുകളുടെ ഇടയിൽ നമ്മൾ വിശുദ്ധിയെ കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡമാക്കി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സംസാരം ശരിയായിരിക്കണം. നമ്മളെ നോക്കുന്നവരുണ്ട്, കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാ കാര്യങ്ങളും അബ്രഹാമിന്റെ കവനനാണ് നമുക്കുള്ളത്. മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ, ഈ ലോകത്തിൽ ദൈവം സ്ഥാപിക്കുന്ന ദൈവരാജ്യം, നിത്യതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ചർച്ചിന് വെളിയിൽ
ഇതിനു വേണ്ടി ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കഥയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ കുറച്ച് വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇതിന്റെ സാഹചര്യം ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞിട്ട് ഞാൻ വായിക്കാം. സഭയിൽ ഇപ്പോൾ ഏകദേശം 3000 പേരുണ്ട് ദൈവസഭയിൽ. അത് ഒരു ചാപ്റ്ററൂടെ കഴിയുമ്പോൾ 5000 പേരാകാൻ പോവാണ് സഭയ്ക്കുള്ളിൽ. അപ്പോൾ ഈ 3000-നും 5000-നും ഇടയിൽ ഒരു ചെറിയ സംഭവം നടക്കുന്നതാണ്. ആ സംഭവത്തിലുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ് ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ സംഭവത്തെ അതുപോലെ വിശദീകരിക്കാൻ വേണ്ടിയല്ല, നമ്മളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഞാൻ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നിന്നാണ്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഇത്രയും ഞാനിവിടെ നിർത്തട്ടെ. ആ കഥ, ആ സ്റ്റോറിയുടെ ഭാഗം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നടന്ന സംഭവമാണല്ലോ. ഞാൻ പറയാൻ വന്നത്, 2 ദൈവദാസന്മാർ അവർ ആലയത്തിലേക്ക് പോവുകയാണ്. ആലയത്തിലേക്ക് പോകുന്ന വഴിയിൽ, ആലയത്തിലല്ല, വഴിയിൽ വെച്ചൊരു അത്ഭുതം നടക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ, ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ ടെമ്പിൾ, ഔട്ട്സൈഡ് ഓഫ് ദ സാങ്ച്വറി, നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം നടക്കേണ്ടത് സഭയ്ക്കുള്ളിലാണെന്നാണ്. സഭയ്ക്കുള്ളിൽ മിറക്കിൾസ്, ക്രൂസൈഡൻസ് എല്ലാം സഭയ്ക്കുള്ളിൽ നടക്കണമെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ ബൈബിളിലെ ചരിത്രം നോക്കിയാൽ നടന്ന അത്ഭുതങ്ങളിൽ നല്ലൊരു ശതമാനം, വളരെ 1, 2, 3 ഇൻസിഡന്റ് മാത്രമേ ഉള്ളൂ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിരിക്കുന്നത് സഭയ്ക്കുള്ളിൽ. കൂനിയായ ഒരു സ്ത്രീയുടെ കാര്യം എഴുതിയിട്ടുണ്ട്, വരണ്ട കൈയുള്ള ഒരാളുടെ എഴുതിയിട്ടുണ്ട്, അവരൊക്കെ സിനഗോഗിനുള്ളിലാണ്. ബാക്കി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ, മിക്കവാറും എല്ലാം തന്നെ സഭയ്ക്ക് വെളിയിലാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ദൈവമക്കളായിരിക്കുന്ന 2 പേര്, അവരെ ദൈവം അത്ഭുതവും അടയാളവും നടത്തുവാനായിട്ട് ഉപയോഗിച്ചത് സഭയ്ക്ക് വെളിയിലുള്ളൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അത്ഭുതം നടക്കേണ്ടത് 3000 പേരുള്ള സഭ 5000 പേരുള്ള സഭയായ തീരാനുള്ളതിന്റെ ഒരു കാരണം ഈ ഒരൊറ്റ മനുഷ്യന് സൗഖ്യമുണ്ടായത്. ഈ മനുഷ്യന് സൗഖ്യമുണ്ടാകാൻ അവിടെ നേരത്തെ പ്രീ പ്ലാന്റ് ഒന്നും അല്ലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൂതന്മാരെ വിട്ട് യേശു തലേദിവസം പറഞ്ഞിട്ടില്ല, പത്രോസേ നീ രാവിലെ പോകുമ്പോൾ അവിടെ ഒരാൾ ഇരിക്കും, അവനോട് നീ ഇന്ന ചെയ്യണം എന്ന്. ഇറ്റ്സ് നോട്ട് എ പ്രീ പ്ലാൻ തിങ്. അപ്പോൾ നമ്മുടെ വഴിയിൽ, ദേവാലയത്തിലേക്കുള്ള വഴിയിൽ എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച ദേവാലയം വിട്ടിട്ട് അടുത്ത സൺഡേയിലോ അല്ലെങ്കിൽ ഫ്രൈഡേയിലോ ആരാധനയ്ക്ക് വരുന്നതിനുള്ള വഴിയിൽ, ഈ 7 ദിവസത്തെ 6 ദിവസത്തെ 5 ദിവസത്തെ യാത്രയ്ക്കുള്ളിൽ ദൈവം അവിടെ എവിടെയായി ചിലരെ വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം പറയത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ദൈവം പറയുവാണെങ്കിൽ ഞാൻ ചെയ്യാമായിരുന്നു. ദൈവം പറയത്തില്ല. ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ദൈവപൈതലായതുകൊണ്ട് ദൈവപൈതലല്ലാത്ത പുറത്തുള്ള ചിലരെ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ ദേവാലയത്തിന്റെ വെളിയിൽ വെച്ച് പത്രോസും യോഹന്നാനും വളരെ ധൃതി വെച്ച് ആരാധനയ്ക്ക് പോവുകയാണ്. ചോദിച്ചാൽ പറയാം, ഐ എം സോ ബിസി വിത്ത് മൈ വർഷിപ്പ്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരുത്തന്റെ ശബ്ദം കേട്ടു. കടപ്പാൻ പോകുന്നത് കണ്ടു, ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഒരുവൻ ഭിക്ഷ ചോദിച്ചു. അതവന്റെ സാധാരണ ഡ്യൂട്ടിയാണ്. സാധാരണ റെഗുലർ ആയിരിക്കുന്ന ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ ബിസിനസ് അത്. അവന്റെ ഒരു ശബ്ദം കേൾക്കുവാനായിട്ട് ഈ ദൈവദാസന്മാരുടെ കാതുകൾ തയ്യാറായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഇത് കർത്താവ് പറഞ്ഞു, ചെവി ഉണ്ടേ മാത്രം പോരാ, കേൾക്കണം. അപ്പോൾ നമുക്ക് പറ്റിയ ഒന്നാമത്തെ പരാജയം, നമ്മുടെ ചുറ്റും ആവശ്യത്തിലായിരിക്കുന്നവർ നിലവിളിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് കേൾക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ഐ എം ബിസി വിത്ത് മൈ ചർച്ച്. എനിക്ക് സഭയിലെ ആരാധനയുണ്ട്, എനിക്ക് അതിനകത്ത് പാട്ടിന്റെ ശുശ്രൂഷയുണ്ട്, മറ്റു ശുശ്രൂഷകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഐ എം സോ ബിസി. ദൈവം ആഗ്രഹിക്കുന്നത് ആലയത്തിന് പുറത്ത്,
ദൈവാലയത്തിന് പുറത്ത്, ആരാധനയ്ക്ക് പുറത്ത് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ചില എത്രയോ പേരുണ്ടെന്നറിയാമോ? അവർക്ക് ചില കരച്ചിലുണ്ട്. അവരുടെ ഒക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും കുഴപ്പമില്ലെന്ന്. നോ, അവരുടെ അടുത്ത് ക്ലോസ് ആയിട്ടൊന്നും അടുത്തെന്ന്. ഈ മൈക്കിൽ കൂടെ അല്ലല്ലോ ഇവൻ ഭിക്ഷ യാചിക്കുന്നത്. അവനുമായിട്ട് ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഭിക്ഷക്കാർ അനേകർ അവിടെ ഉണ്ട്. എന്നാൽ ഇവൻ ഭിക്ഷ യാചിക്കുന്നത് അവർ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ പുറത്തുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ നിത്യതയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവരാജ്യം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. The kingdom of God is advancing forcefully and forceful men lay hold of it. അത് ബലാത്കാരികൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണക്കാർക്കുള്ളതല്ല. ഇത് ബലാത്കാരമായിട്ട് അവിടെ നിന്ന് ഈ മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നിലവിളി, അവന്റെ വേദനയുടെ നിലവിളി നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സ്പിരിച്വൽ ആയിരിക്കുന്ന രണ്ടുപേര് ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷക്കാരന്റെ മുന്നിൽ നിന്നു. ഒരിക്കലും ഡിഗ്നിഫൈഡ് അല്ല, നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റിയതല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് പറ്റിയതല്ല, നമ്മളുടെ ആ പദവിക്ക് പറ്റിയതല്ല. ഈ ഭിക്ഷക്കാരന്റെ മുന്നിൽ നിൽക്കുവാൻ, ആവശ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിൽക്കുവാൻ, പുറത്തുള്ളവർക്ക് വേണ്ടി, സഭയ്ക്കകത്തുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എന്നാൽ പുറത്തുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ വിഷയം, നിലവിളിക്കുന്ന ചിലരെ എനിക്ക് ചുറ്റും ദൈവമാക്കിയിട്ടുണ്ട്. അവരുടെ നിലവിളി എന്താണെന്ന് നമ്മൾ കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. We are too busy with my children, our family, my husband and my wife. അവർക്ക് മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് ഒരു മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. അവരുടെ ആവശ്യം ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട്, ഒരുപക്ഷെ നമുക്ക് സാധിക്കാവുന്ന വിഷയമായിരിക്കാം അവർക്കൊരു നല്ല വാക്ക് പറയാനായിട്ട്. അതാ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത്, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം വാക്കുകൾ. അതിനുള്ള സാഹചര്യം ദൈവമാ ഒരുക്കുന്നത്. അത് പറയാനാ ഞാൻ വന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവമാണ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി തരുന്നത്. എന്നാൽ ആ ഓപ്പർച്യൂണിറ്റിയെ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത്, പത്രോസ് യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ട് കഴിഞ്ഞപ്പോൾ കാണാനുള്ളൊരു കണ്ണും കൂടെ ദൈവം കൊടുത്തു. നോക്കണം, അതിന്റെ പ്രോഗ്രസ് കണ്ടോ? അവർക്ക് കാണുവാനായിട്ട്, ഇതുവരെ അവർക്ക് കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവരെന്നും പോകുന്ന വഴിയിലിരിക്കുന്നതായിരിക്കും. ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഇന്നലെ വരെ അവരെ കാണാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ ഇന്ന് കാണുക. കാരണം ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മനസ്സിലാക്കി. ഇത് സ്പിരിച്വലാ, പുറമേ കാണുന്നതല്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പുറമേ ഉള്ളതല്ല. നമ്മുടെ ലൈഫ് മൊത്തം ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന കർത്താവാ, പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണ് തുറക്കുക സത്യത്തിൽ ചെയ്യുന്നേ. ഈ പുറത്തുള്ളൊരു വ്യക്തിക്ക് വേണ്ടി എന്റെ ചെവി ചായ്ച്ചു, എന്റെ ഹൃദയം അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ നോക്കുകയാണ്. ഇന്നലെ വരെ നോക്കാത്ത രീതിയിൽ നോക്കിയപ്പോൾ ഞാൻ ചിലതൊക്കെ കാണുകയാണ്. ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തത് അവരുടെ ജീവിതത്തിലേത് ഞാൻ കാണുകയാണ്. അവരുടെ ആവശ്യം എന്റെ ആവശ്യമായിട്ട് മാറുകയാണ്. അവന്റെ ഭാരം എന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പത്രോസ് അവിടെ അത്രയ്ക്കും അവിടെ നിന്നിട്ട് അത്ര ഭാരത്തോടുകൂടെ അവൻ നോക്കിയത് വല്ലതും കിട്ടുമോ എന്നാണ് കരുതിയത്. നമ്മൾ എന്തോ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പത്രോസ് നോക്കിയത് ദൈവത്തിന് അവനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതിനുള്ളൊരു അവസരമാണ് പത്രോസ് അവിടെ എടുത്തത്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, പലരും പറയാറുണ്ട്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് വചനത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റ് നമുക്കറിയാം. ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് ചെവി തന്നിട്ടുണ്ടല്ലോ, ഒരാളുടെ കരച്ചിലൊന്ന് കേൾക്കുക, അവരോട് അടുത്ത് നിൽക്കുക. അന്നേരം അവർ പറയും എന്തോന്ന്. ഡിവോഴ്സ് ആയിട്ടുള്ള ഫാമിലികളുടെ ചരിത്രം, കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നവരുടെ ചരിത്രം, വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക്, അവർക്ക് ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാൻ ആളില്ല. അവരുടെ അടുത്തൊന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ വേദന ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ
പത്രോസ് പറയുകയാണ്, എന്താണ്? തനിക്കുള്ള സുവിശേഷം താൻ അനുഭവിച്ചത് എനിക്ക് തരുവാനായിട്ട്. അവർ വളരെ പാവപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കണം. ദൈവദാസന്മാരുടെ കൊടുക്കാനായിട്ട് ഒരു 5 പൈസ പോലും ഇല്ല. വെള്ളിയും പൊന്നും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കയ്യിൽ കോയിൻസ് ഒന്നുമില്ല. അവര് അല്ലാതെ പ്രസ്റ്റീജ് കൊണ്ടോ അല്ലെങ്കിൽ അവര് കുറച്ച് പൈസ ഇട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പോയേക്കാന്നുള്ള രീതിയിലല്ല. എന്നാൽ അവർക്കൊരു കാര്യം അറിയാം, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഈ വാക്ക് നമ്മൾ മറക്കരുത്. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നമുക്ക് എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടോ? അതിൽ നമ്മൾ കൊടുക്കണം. എന്തായിക്കോട്ടെ, അത് പണമായിക്കോട്ടെ, അത് ആരോഗ്യമായിക്കോട്ടെ, അതിലുപരിയായിട്ട് ദൈവത്തിന്റെ സമാധാനം. ഈ സമാധാനം ലോകത്തിന് തരാൻ കഴിയുന്നതല്ല. നമ്മളിലുള്ള സമാധാനം ഈ ലോകത്തിൽ എത്ര $1 മില്യൺ കൊടുത്താലും കിട്ടുന്നതുമല്ല. എന്നാൽ ഈ സമാധാനത്തിൽ അല്പം എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സമാധാനത്തിന് വഴിയെ നമ്മൾ അവർക്കൊന്ന് കൊടുത്തു നോക്കുക. എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താ പറഞ്ഞത്? നസറാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. ഈ നസറാനായ യേശുവിന്റെ നാമം സവാവോളി പറയേണ്ടതല്ലേ? ഇതിന്റെ അവസാനത്തെ ഈ ചാപ്റ്ററിന്റെ അവസാനം വരുമ്പോൾ ഒരു വാക്യമുണ്ട്, മറ്റൊരുത്തിന് രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു നാമവുമില്ല. ഇതെല്ലാം നമ്മൾ സഭായോഗത്തിൽ മാത്രം കേൾക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളുടെ വിശ്വാസികളുടെ കൂടിവരവിൽ മാത്രമല്ല ഇത് കേൾക്കുന്നത്. ഇത് വെളി പറഞ്ഞ വാക്യമായത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞത് ഈ ജസ്റ്റ് പുറത്ത് ദൈവമില്ലാത്തവരുടെ ഇടയിൽ പറയേണ്ട വാക്യമാണ്. ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് വീട്ടിലും സഭയിലും പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന നിർത്താൻ നേരത്തെ യേശുവിന്റെ നാമത്തിൽ ആമേന്ന് പറയാൻ വേണ്ടിയുള്ള നാമമല്ല. അത് നമ്മൾ എടുത്തോ. നമുക്ക് തലവേദന വരുമ്പം അല്ലെ കുഞ്ഞിന് വയറുവേദന വരുമ്പം യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെന്ന് പറയുന്നത് നല്ലതാ. എന്നാൽ അതിനല്ല. പ്രൈമറി പർപ്പസ് ഓഫ് ജീസസ് നെയിം ഈസ് ടു യൂസ് ഇറ്റ് ഔട്ട്സൈഡ്. സഭയ്ക്ക് വെളിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. അവിടാണ് യേശുവിന്റെ ശക്തി ഉള്ളത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങൾ കാണണോ? അതിന് അവസരം വരുമ്പം ആ സഹോദരനോടോ വിഷമത്തിൽ കരയുന്ന ഒരു സഹോദരനോട് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. മറ്റൊരു സഹോദരൻ എനിക്കൊരാളുടെ കാര്യം അറിയാമായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അവരുടെ വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തു. നിന്റെ കേസും ദൈവം അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യും. ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളുടെ കർത്താവ് ജീവനുള്ള ദൈവം. നമ്മൾക്കറിയാവുന്ന ഭാഷയിൽ കർത്താവ് തരുന്ന ആ വിശുദ്ധം അവിടെ ഉപയോഗിക്കുക. മറക്കരുത്, അതിനകത്ത് യേശുവിന്റെ നാമം ഉണ്ടെങ്കിൽ മാത്രമുള്ളതിന് വിലയുള്ളൂ. ഗോഡ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ പല വാക്കുകൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ സ്പെസിഫിക്കാ. ഈ ഭിക്ഷക്കാരൻ ഇതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ ഭിക്ഷക്കാരനിൽ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ യേശുവിന്റെ നാമം പറയാൻ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയും അപ്പോയിന്റ് ചെയ്തവർ ചെന്നേ ഒക്കത്തുള്ളൂ. അപ്പോയിന്റഡ് ആൾക്കാര്, പറഞ്ഞു വിട്ടവര്, നിയോഗം കൊടുത്തവര്, യേശുക്രിസ്തു ഉള്ളിലുള്ളവര് ഈ യേശുവിന്റെ നാമം വായിലൂടെ എടുക്കുമ്പോൾ ഭയങ്കര പവറാ അവിടെ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്നവര് സഭയ്ക്ക് വെളിയിലുള്ളവരോട് നമുക്ക് യേശുവിന്റെ നാമം പറയാനൊരു ഓപ്പർച്യൂണിറ്റി കർത്താവ് തന്നാൽ നമ്മളത് മറക്കാതെ ഉപയോഗിക്കുമോ? ഉപയോഗിച്ചാൽ നാളെ കർത്താവ് പിന്നെയും തരും. അതുകൊണ്ടാണ് ഈ പത്രോസിനെ യോഹന്നാനെ പിന്നെ അടുത്തുള്ള അധ്യായങ്ങളിലൊക്കെ ഇഷ്ടം പോലെ അവരുടെ പേര് കിടക്കുന്നത്. എന്താ? കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗിച്ചു. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ ദൈവം നടത്തും. ദൈവം നമ്മളെ അതിനുള്ള അധികാരം ഏൽപ്പിക്കും. അപ്പോൾ ചെറിയ വിഷയത്തിൽ ഒരാളുടെ വിഷയമാകട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ യേശുവിന്റെ നാമം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അല്ലെ കഴിഞ്ഞ ഒരാഴ്ചയിൽ യേശുവിന്റെ നാമം എന്തിനു വേണ്ടി ഉപയോഗിച്ചേ? സഭയിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ആശീർവാദം പറഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ആമേന്ന് പറഞ്ഞു. കുടുംബ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൂടെയുള്ള ആരോ നമ്മളെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നമ്മൾ ഉപയോഗിക്കും യേശുവിന്റെ നാമം. അതിനല്ല, അതിലൊക്കെ എത്രയോ ഉപരിയായിട്ട് ഈ യേശുവിന്റെ നാമം നമ്മൾ ഉപയോഗിച്ച് നോക്ക്. ഒന്ന്, സകല മുഴങ്കാലും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിന്റെ നാമം, ഞാൻ യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ അവിടെ വലിയ സ്പിരിച്വൽ അൺഡൂയിങ് വർക്കാണ് നടക്കുന്നത്. അവരുടെ ജീവിതത്തിലെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ഈ മുടന്തനായ വ്യക്തിയുടെ കെട്ടിനെ എല്ലാം അഴിച്ചത് എന്താണെന്നറിയാമോ? ഈ ഒരൊറ്റ പറച്ചിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെ നടന്ന ചരിത്രം സംഭവങ്ങൾ നമുക്ക് മെഷറബിൾ അല്ല. അതിന്റെ ഡൈനാമോ പവറാണ് അതിനുള്ളത്. നമുക്ക് ഈ പവർ അനുഭവിക്കാൻ കഴിയാത്തതും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാത്തതിന് കാരണം ഈ നാമം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ വേറെ കുറച്ചുകൂടി അപ്പോസ്തല പ്രവൃത്തി വായിച്ചു വരുമ്പോൾ നമുക്ക് പേടിയാവും. അവിടെ എഴുതിയിരിക്കുന്ന അവർ ഭൂമിയെ കീഴ്മേൽ മറിച്ചു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. കീഴ്മേൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തില് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ന് വെച്ചിരിക്കുന്ന ചെല്ലുന്നിടത്തെല്ലാം അപ്സൈഡ് ഡൗൺ ആവുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അപ്പ് ആവുക എന്നുള്ള റൈറ്റ് എന്ന് പറഞ്ഞാല് ഈ യേശുവിന്റെ നാമം നമ്മൾ സെൽഫിഷ് ആയിട്ട് കീപ്പ് ചെയ്യരുത്. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു നാമം അല്ല യേശുവിന്റെ നാമം. അതിനുവേണ്ടി ഉപയോഗിക്കണം, പ്രൈമറി ആയിട്ട് ഉപയോഗിച്ചു, കുഴപ്പമില്ല. പക്ഷെ അതല്ല ദൈവത്തിന്റെ പർപ്പസ്. പുത്രനെ വെളിയിൽ ആഘോഷിക്കാൻ വിട്ടത്. കത്തീഡ്രൽ രണ്ട് തിരിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ എന്താ പറയുക, മെഴുകുതിരിയുടെ നടുക്കല്ല യേശുവിനെ ക്രൂശിച്ചത്. അത് നമ്മൾ ഈ കാത്തോലിക്ക ചർച്ചിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കാണാം, പല വലിയ കത്തീഡ്രലിലൊക്കെ 2 മെഴുകുതിരിയുടെ നടുക്ക് യേശു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച ചന്തസ്ഥലത്താ, വെളിയിൽ പുറത്ത് കള്ളന്മാരുടെ നടുക്ക. അപ്പോൾ പുറത്തുള്ളവർക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ നമ്മൾ പുറത്തുള്ളവരായിരുന്നു. ആരൊക്കെയോ ദേവദാസന്മാർ എന്തോ സമയം മുടക്കിയിട്ടാ നമ്മളൊക്കെ അകത്ത് വന്നതറിയോ? എത്ര കണ്ണുനീരും പ്രാർത്ഥനയും അതിന്റെ പുറത്തുണ്ട്. സമയം പെട്ടെന്ന് പോകുന്നല്ലോ. അപ്പോൾ യേശുവിന്റെ നാമം നമ്മൾ വാഗൊണ്ടൊന്ന് പറയാൻ തയ്യാറാകാമോ? ഒന്ന് പറഞ്ഞ് സംഭവിച്ചില്ലേ ഒന്നുകൂടെ പറയാമോ? അല്ലെങ്കിൽ ആ സഹോദരിയെ കാണുമ്പോൾ, അല്ലെ അവിടെ വരുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ മനുഷ്യനെ ഞാൻ അനുഗ്രഹിക്കുന്നു, എന്റെ ബോസിനെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ഉള്ളിലെങ്കിലും പറയാമോ? ഇപ്പൊ പുറത്തോട്ട് പറയാനുള്ള ധൈര്യം അങ്ങോട്ട് വന്നില്ലെങ്കിൽ 10 പ്രാവശ്യം ഉള്ളിൽ പറയാമോ? ബാത്റൂമിൽ പോയെന്ന് പറയാമോ? അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കിപ്പോ ഒരാളോട് പ്രത്യേകം പറയാനൊക്കത്തില്ലെങ്കിൽ ആ മറ്റൊരു മുറിയിൽ നിന്ന് പറയാമോ? ആ കുടുംബം നമ്മൾ കാല് വെക്കുന്ന ദേശം നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വെറുതെ കഥയൊന്നുമല്ല. ദൈവദാസന്മാർ നമ്മുടെ നാട്ടിലുള്ളവരും അപ്പച്ചന്മാരും ഒക്കെ പഴയ കാലങ്ങളിൽ എത്രയോ ഭവനങ്ങൾ കയറിയിറങ്ങി അവർ കാല് വെച്ചിടം മുഴുവൻ ദൈവം അവർക്ക് കൊടുത്തില്ലേ? റെസിസ്റ്റ് ചെയ്തൊരു തലമുറയുണ്ടെങ്കിൽ അടുത്ത തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചില്ലേ? അപ്പം നമുക്ക് ചിലത് ദൈവരാജ്യത്തിന് വേണ്ടി പുറത്തുള്ളവരോട് എങ്ങനെ മാറണം, ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ന വിഷയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അതിന് അടുത്ത സ്റ്റേജിലേക്ക് വരും. എന്ത് ചെയ്തു? ഇവര് യേശുവിന്റെ നാമം പറഞ്ഞു. യേശുവിന്റെ നാമം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം. ഞാൻ അതിന് മറുപടി പറയാം. അത്ഭുതം സംഭവിച്ചില്ല. വായിച്ചു വേണം, കൃത്യമായിട്ട് നോക്കിയോ. നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും നടന്നില്ല. അവൻ എഴുന്നേറ്റുമില്ല. അവിടെ ഒരു അത്ഭുതം നടന്നില്ല. അടുത്തൊരു വാക്കോട് ചേർന്നെങ്കിലേ അത്ഭുതം നടക്കത്തുള്ളൂ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അടുത്തൊരു ഓർഗനും കൂടെ ഇപ്പം ചലിക്കാൻ പോവാ. ആദ്യം എന്തായിരുന്നു? എന്റെ 2 ചെവി അവന്റെ കരച്ചിൽ കേട്ടു. എന്റെ 2 കണ്ണും അവനെ കണ്ടു. പെട്ടെന്ന് അവന്റെ ഭാരം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. എനിക്കുള്ളത് ഞാൻ അവൻ അങ്ങോട്ട് കൊടുത്തു. അത് എന്ത് സഹായമാണ് അവന് വേണ്ടി അത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പോടെ ചെയ്തു. എന്തോ ചെയ്തെന്നറിയാമോ? എന്റെ വലങ്കൈ കൊണ്ട് അവന്റെ വലങ്കൈയെ അങ്ങ് പിടിച്ചു. അതാണ് പരിശുദ്ധാത്മ നിറവുള്ള ഒരു ദൈവദാസൻ. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്ന്? നിങ്ങള് ഹോസ്പിറ്റലിലോ ഇൻഡസ്ട്രിയിലോ എന്തോ ജോലി വേണം ചെയ്തോ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി. ഇത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കും. നിങ്ങൾ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഒരാളുടെ കയ്യെ പിടിച്ചാൽ, മനസ്സിൽ പറഞ്ഞാലും മതി, കയ്യെ പിടിച്ച് അവിടെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റാ വന്നേ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ യേശുവിന്റെ നാമം പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദൈവശക്തി പുറപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു? അവൻ ക്ഷണത്തിൽ, അവിടെ ഒരു വാക്യമുണ്ട്, ഇൻസ്റ്റന്റ്ലി അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. ഈ അത്ഭുതത്തെ കുറിച്ച് പറയാനല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ഡെയിലി നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളുടെ വിഷയം ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ആ വ്യക്തി ഒന്ന് തൊടുന്നു. ഫിസിക്കൽ കോണ്ടാക്ട്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു പത്രോസിന്റെ വീട്ടിൽ വന്നു അമ്മായിയമ്മയ്ക്ക് പനിയായി കിടന്ന ഒരു വാക്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു അവരുടെ കയ്യെ തൊട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം എന്താ, യേശുവിന് എന്തിനാ വെറുതെ അവരെ തൊടേണ്ട അബല്ല കാര്യമുണ്ടോ? അപ്പൊ ചില സ്ഥലങ്ങളിൽ ആ ഫിസിക്കൽ കോണ്ടാക്ട് പലയിടത്തും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പല ഫിസിക്കൽ അപ്പോൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ തൊടുന്നു.
എന്ന് പറഞ്ഞാൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ ഐഡന്റിഫൈ ചെയ്തു എന്നതിന്റെ അർത്ഥം. അവരുടെ ലെവലിലേക്ക് ഞാൻ വന്നു. ഞാനിങ്ങനെ ബോസായിട്ട് മോളിയിരിക്കുമല്ല. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുള്ള സുഖമായിട്ട് നല്ല വീടുകളിലൊക്കെ താമസിക്കും, നല്ല കാറൊക്കെ ഓടിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡാണ്. പിന്നെ നിങ്ങളെല്ലാം ഡിവോഴ്സും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇങ്ങനെ ആ പാടെ കിട്ടിയ പേച്ചക്ക് മുഴുവൻ ചിലവാക്കി കഴിയുന്ന ഡ്രഗും മറ്റേ കാര്യങ്ങളൊക്കെ. നമ്മൾ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. അവരെ നേടാൻ ഒരിക്കലും പറ്റത്തില്ല. അവരിൽ ഒരു വ്യക്തിയെ നേടണമെങ്കിൽ അവരിൽ ലെവലിലേക്ക് നമ്മൾ താണു വരണം. ഏത് ലെവലിലേക്ക്? അവരെ പോലെ ആയിത്തീരണമെന്നല്ല, അവരുടെ ഹൃദയത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് താന്നു വന്ന് അവർക്കൊരു കൈ പിടിക്കുമ്പോൾ, അവരുമായിട്ട് ചേർന്നൊന്ന് സഹകരിക്കുമ്പോൾ, അത് ഈ അമേരിക്കൻ കൗൺസിലിങ്ങിലും എല്ലാം ഉണ്ട്. നമ്മൾ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയുമായിട്ട് ഷെയ്ക്ക് ഹാൻഡോ അല്ലെങ്കിൽ ജസ്റ്റ് ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ പുറത്തൊക്കെ ഒന്ന് തട്ടുക, അതൊക്കെ ഇവിടുത്തെ അമേരിക്കക്കാരൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പം ഒന്ന് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ കീപ് ഇറ്റ് അപ്പ്, ഗോഡ് ഈസ് ഗോയിങ് ടു ബി വിത്ത് യു, ഇറ്റ് ബി ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ. എങ്കിലും നമ്മൾ ആ ചെയ്യുമ്പം അത് നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ നാമം നമ്മൾ എടുക്കുന്നത് കൊണ്ട് അതിലൂടെ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്യും. ഇതാ ഞാൻ പറയാൻ വന്നേ. നിങ്ങളാരും ഇവിടെ ആര് നോക്കിയാലും ഈ മുടന്തന്റെ കാലും നരിയാണിയും ഉറപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഇത് കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതിയുടെ റെവലേഷനാണ് നടക്കുന്നത്. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ പുറത്തുള്ളവരുമായ ബന്ധത്തിൽ, നിത്യത ആയിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ, സഭായോഗം മുതൽ സഭായോഗം വരെയുള്ള ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത്, സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഞായറാഴ്ചയല്ല ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വരെയുള്ള ദിവസങ്ങളിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് 3000 പേരുള്ളൊരു സഭ 5000 പേരുള്ളൊരു സഭയായി ദൈവരാജ്യത്തിന് വേണ്ടി മാറിയത്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പർപ്പസ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. അവൻ എന്ത് ചെയ്തു? 9-ാം വാക്യം, അവൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവൻ നടക്കുന്നതും അതിന് മുമ്പത്തെ വാക്യം 9-ാമത്തെ വാക്യം, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന് തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ എവിടെ ആയിരുന്നു? ദേവാലയത്തിന് പുറത്തായിരുന്നു ഇതുവരെ. പുറത്ത് നിന്ന് ഭിക്ഷ യാചിച്ച് മരിച്ച് നരകത്തിൽ പോകേണ്ടവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനൊരു ചെറിയ കാര്യം, ആകെ കൂടെ 5 മിനിറ്റ്, ഇത്രയും സംഭവത്തിനെല്ലാം കൂടെ നമ്മൾ ടൈം എടുത്ത ഒരു 5 മിനിറ്റ് സമയം, എന്റെ ജീവിതയാത്രയിലെ 5 മിനിറ്റ് സമയം ഒരു വ്യക്തിക്ക് വേണ്ടി ചെലവാക്കിയപ്പോൾ ആ വ്യക്തി എവിടെയായി? ദേവാലയത്തിന്റെ ഉള്ളിൽ കടന്നു. അതിനുള്ള യോഗ്യത അവന് കിട്ടി. ആത്മീയമായിട്ട് പറഞ്ഞാൽ ദൈവസഭയ്ക്കുള്ളിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ നമ്മളിൽ ചിലർ കാതുള്ളവരും കണ്ണുള്ളവരും ഹൃദയമുള്ളവരും യേശുവിന്റെ നാമം പറയാൻ നാവുള്ളവരും കൊടുക്കുവാൻ ഒരു വലങ്കൈ ഉള്ളവരുമായിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, വലങ്കൈ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും വലങ്കൈ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് വലങ്കൈ കൊടുക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, വലങ്കൈക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടാണ് പിടിക്കുന്നത്. അതില്ലാത്ത ആരും ദൈവം ഇവിടെ വിട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ മിനിമം ദൈവം 2 കരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ. നമ്മൾ വിചാരിക്കുന്ന കൈയുടെ ഉപയോഗം എന്തോ? അപ്പം എഴുതാനായിട്ട് പെന്നൊക്കെ എടുത്ത് എഴുതാൻ കൊള്ളാം, കമ്പ്യൂട്ടറെ ടൈപ്പ് ചെയ്യാൻ കൊള്ളാം, വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ കൊള്ളാം. ദൈവമക്കളെ, അതൊന്നും അല്ല എന്റെ പ്രൈമറി പർപ്പസ്. ദൈവം വെച്ചിരിക്കുന്നത് അതിലൊക്കെ എത്രയോ അതൊക്കെ സാധാരണ മനുഷ്യൻ ചെയ്യുന്നതല്ലേ. എല്ലാ മനുഷ്യനും അത് ചെയ്യാം എന്ന് നിങ്ങൾക്കും മാത്രം ചെയ്യാൻ ഒക്കുന്നൊരു കാര്യമുണ്ട്. അതാണ് വലങ്കൈക്ക് പിടിക്കുക. മറ്റൊരു വ്യക്തിക്ക്, ഈ യേശുവിനെ അറിയാത്ത പുറത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ കൊടുക്കുന്ന നിന്റെ വലങ്കയിലൂടെ അങ്ങ് പോട്ടത്. അപ്പോൾ കർത്താവ് അതിനു വേണ്ടിയാണല്ലോ ചിലരെ സുന്ദര വന്ന ഗോപുരത്തിന്റെ മുന്നിൽ ഇരുത്തിയിരിക്കുന്നത്. എനിക്കും നിനക്കും വേണ്ടിയാണ്. അതൊന്ന് മനസ്സിലാക്കുക. അവന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി, നമ്മുടെ കർത്താവ്, നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് എത്ര അധികമായിട്ട് നമ്മളെ ഉപയോഗിക്കും. നമ്മളെ
എത്ര അധികമായിട്ട് കർത്താവിന്റെ വേലയിലേക്ക് നമ്മൾ സഹായിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, അയ്യോ ആരെങ്കിലും എന്നോട് വന്ന് ഞാൻ സ്വർഗരാജ്യത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് രാവിലെ 8 മണിക്ക് വന്ന് എന്നോട് ചോദിക്കുമെന്ന് വിചാരിച്ചായിരിക്കുന്നെങ്കിൽ ആരും ചോദിക്കത്തില്ല. അതിനുള്ള അവസരം കർത്താവ് തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള വഴിയൊക്കെ ദൈവം തുറന്നോളും. ചില അത്ഭുതമൊക്കെ ഈ അത്ഭുതം നടത്തുന്നത് തിരുവല്ലായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ദേവദാസന്മാരോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ നിന്ന് വരുന്ന സായിപ്പോ ഒന്നും അല്ല. ഈ അത്ഭുതം അടയാളം എൻ്റെ കയ്യിലായിരിക്കുന്നേ, എൻ്റെ വായിലായിരിക്കുന്നേ. അപ്പം ഇത് നമ്മളൊന്ന് എക്സസൈസ് ചെയ്ത് നോക്ക്. ആരായിട്ട് പറഞ്ഞതുപോലെ നീന്ത് പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. അല്ലാതെ കരയിലിരുന്നുകൊണ്ട് എത്ര നാൾ നീന്ത് പഠിച്ചാലും നീന്ത് പഠിക്കത്തില്ല. വെള്ളത്തിലൊന്ന് ഇറങ്ങി ഒന്ന് നോക്ക്. ഒന്ന് ഇറങ്ങി കയ്യും കാലും ഒക്കെ ഇടുന്ന അടിക്കുമ്പോൾ ആ കാര്യമൊക്കെ നടന്നോളും. കർത്താവല്ലേ പ്രവർത്തിക്കുന്നത്. യേശു പ്രവർത്തിക്കാമെന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലേ കൂടെ ഇരിക്കാമെന്ന്. ഒരു നാളും കൈവിടത്തില്ലെന്ന്. സഭയോഗത്തിന് വരുമ്പം കൂടെ ഇരിക്കാമെന്നാണോ കർത്താവ് പറഞ്ഞേ? അല്ല, നമ്മൾ ജോലിക്ക് പോകുമ്പം കൂടെ ഇരിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എവിടെ പോകുന്നു? ഐ വിൽ നെവർ ലീവ് ദീ നോർ ഫോർസേക്ക് ദീ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരാമെന്നാ പറഞ്ഞേ. അതിക്കുള്ളൊക്കെ എന്തോ പ്രോമിസാ വേണ്ടി. ഇത്രയും വലിയ പ്രോമിസൊക്കെ കിടക്കുമ്പം നമ്മൾ ഈ ചെറിയ കാര്യത്തിന് വേണ്ടി ജോലി സ്ഥലത്താണെങ്കിലും ഒരു ബോസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അവരെ നമ്മളൊന്ന് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ കൂടെ കൂടുതൽ തന്നു, അല്ലെങ്കിൽ നഴ്സിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി കൂടെ തന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ലീവ് തന്നില്ല, അവരോട് കയറി മുഷിഞ്ഞ് അവരെ ഒഫൻഡ് ചെയ്ത് നമ്മൾ ഇറ്റ് ഈസ് നോട്ട് വർത്ത്. നമ്മളെ കൊണ്ട് അവരുടെ നിത്യതയെ നിശ്ചയിക്കേണ്ട നമ്മളാണെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പെട്ടുപോരാ. അതൊക്കെ ബെയ്റ്റ്സ് ആണ്. ബെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, നമ്മളെ ഇരകളാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചില തന്ത്രങ്ങളാണത്. അതിനകത്തൊന്നും വീഴരുത്. കാരണം ദൈവത്തിന്റെ പർപ്പസ് നമ്മളെ കുറിച്ച് ശക്തമായിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗം കൂടെ പറഞ്ഞു പോകട്ടെ. ഇനി ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു വരുമ്പം 5000 പേരൊക്കെ ആയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് 7-ാം അധ്യായമൊക്കെ ആയപ്പോഴത്തേന് 6-ാം അധ്യായമൊക്കെ ആയപ്പോഴത്തേനും യെരുശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം അങ്ങ് പെരുകി കഴിഞ്ഞപ്പോൾ ആകെ ഭയങ്കര സന്തോഷമല്ലേ. അവിടെ എല്ലാ സഭാകളിനകത്ത് അല്ലെങ്കിൽ മീറ്റിംഗ്, അവിടെ ഫുഡ് കഴിക്കുന്നു, അവർക്കുള്ളതെല്ലാം അവർ കൊണ്ടിരുന്നു, ഭയങ്കര എൻജോയ്മെന്റ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്തെഫാനോസിന്റെ വിഷയം ഒക്കെ വന്നു. പീഡനം ആരംഭിച്ചു. 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് സഭ ചിതറിപ്പോയി അന്യദേശങ്ങളിലേക്ക് പോയി. പല സമരിയ പോലുള്ള പല ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോയി. അവിടെയൊക്കെ തന്നെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ഒരുപക്ഷെ ജീവിക്കാൻ ജോലിയൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ അവർ എസ്റ്റാബ്ലിഷ് ആയി. നമ്മളിപ്പോൾ അമേരിക്ക വന്ന പോലെ നമ്മൾ ഈ രാജ്യത്ത് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു പോലെ അവർ ആ സ്ഥലങ്ങളിലൊക്കെ ചിതറിപ്പോയവർ ഒരു കാര്യം ചെയ്തു. ഒരുപക്ഷെ അവിടെ ജോലി ചെയ്തു, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു കാണും. എന്നാൽ അതിൻ്റെ കൂടെ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ചിതറിപ്പോയവർ സുവിശേഷം എത്തിച്ചു. സുവിശേഷം, ഗുഡ് ന്യൂസ്. അവർ ഏത് വിഷയത്താൽ ചിതറിപ്പോയോ അതേ വിഷയത്തെ അവർ മറന്നുപോയില്ല, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയില്ല. അവർ യേശുവിന് വേണ്ടി നിന്നു. ഞാൻ ഇനി ഒരു കാര്യം പറയാം. നമ്മൾ സത്യത്തിൽ നമുക്ക് 2 ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവസഭ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, ഒന്ന് കൂട്ടായ്മയെ കാണിക്കുന്നു. ദൈവസഭയ്ക്കുള്ളിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്, നമ്മുടെ ഫെലോഷിപ്പ് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ മൺഡേ ത്രൂ ഫ്രൈഡേ നമ്മളെ ചിതറിപ്പോയവരെ പോലെ ദൈവമാക്കിയിരിക്കുകയാണ്. ചിതറിപ്പോയെന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റലിൽ, പല ഇൻഡസ്ട്രീസിൽ, പലയിടത്തായിട്ട് നമ്മളെ ദൈവം സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ദൈവമാണ് ആ പീഡനം കൊണ്ടുവന്നെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിലെ 8-ാം അധ്യായത്തിലെ പീഡനം ദൈവം തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ പീഡനത്തിലൂടെ ചിതറിപ്പോയോണ്ടാണ് ശമരിയയിൽ വലിയ സഭയുണ്ടായും ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടതുമെല്ലാം. ദൈവമക്കളെ, നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടേണ്ടത് സഭായോഗത്തിലല്ല, സഭാഹോളിലല്ല. അവിടെ അതല്ല നമ്മുടെ ശുശ്രൂഷ. ദൈവം ചിതറിപ്പിച്ച് നമ്മളെ ആക്കിയിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമുക്ക് 2 ഭാഗമാണ്. ഒരു കോയിന് 2 സൈഡ് ഉള്ളതുപോലെ നമുക്ക് 2 സൈഡുണ്ട്. അത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ നമ്മൾ കൂടി വന്ന് ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭ. 2, മൺഡേ മുതൽ ഫ്രൈഡേ വരെ ദൈവം നമ്മളെ ചിതറിപ്പിച്ച് നിർത്തിയിരിക്കുന്ന, സ്ഥാനാപതികളായി നിർത്തിയിരിക്കുന്ന ചില സ്ഥലങ്ങൾ. അവിടെ നമുക്ക് ദൈവം ചില വലിയ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്, പുറത്തുള്ളവരോട് നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ മറന്നു പോകരുത്. പേച്ചക്കല്ല നമ്മുടെ ജോലിയുടെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. ദൈവം നമുക്കതൊരു ഗിഫ്റ്റായിട്ട് തരുന്നതേ ഉള്ളൂ. ബട്ട് റിവാർഡായിട്ട് തരാനായിട്ട് ദൈവം അതിലൊക്കെ എത്രയോ വലിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കെയർ ഉള്ളവരായിരിക്കണം,
ബേർഡൻ ഉള്ളവരായിരിക്കണം. അവർക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിനുശേഷം ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരുമ്പോൾ അവരുടെ ഹൃദയത്തിലെ വേദനകൾ കേൾക്കുവാൻ ഒരു വ്യക്തിയുടെ എങ്കിലും ഇനി നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവെ, ദുഃഖിച്ചിരിക്കുന്ന വിലപിക്കുന്ന ഒരാളുടെ കരച്ചിൽ കേൾക്കുവാൻ എന്റെ കാതിനെ തുറക്കണമേ. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. വളരെ സൂക്ഷിച്ചു വേണം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. ചില പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി കിട്ടും. മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ദൈവം പ്രത്യേകം മറുപടി നൽകും. അതാണ് ഇന്റർസെഷനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കും. കർത്താവെ, വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, ദാഹിച്ചിരിക്കുന്ന സത്യസുവിശേഷത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു നോക്കൂ. നാളെ മണിക്കൂറുകൾക്കുള്ളിൽ ദൈവം കാണിച്ചു തരും. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഞാൻ പറഞ്ഞ വിഷയം ഒരിക്കലും മറക്കരുത്. നമുക്ക് സഭായോഗത്തിൽ സഭയിൽ നമ്മൾ ഏറ്റവും മാന്യരാണ്, ഏറ്റവും വിലപ്പെട്ടവരാണ്, ദൈവത്തിന്റെ വകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. എന്നാൽ അതേ ദൈവമാണ് നമ്മളെ പുറത്തുള്ളവർക്ക് വേണ്ടി ദൈവമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കരച്ചിൽ കാണണം, അവരുടെ വിഷമം കേൾക്കണം, കാണണം, അവരുടെ ഭാരം നമ്മുടെ ഹൃദയത്തിൽ എടുക്കണം. മറക്കാതെ യേശുവിന്റെ നാമം നമുക്ക് ഉപയോഗിക്കണം. നമ്മുടെ വലങ്കയ്യെ നമുക്ക് കൊടുക്കണം. അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇരിക്കുന്നത്, എനിക്കുള്ളത് നിനക്ക് തരുന്നു, ഉള്ളത് കൊടുത്താൽ മതി, ഇല്ലാത്തത് കൊടുക്കാൻ നമുക്ക് ഒക്കത്തില്ല. ഉള്ളത് whatever you received അത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ അറിയാതെ ജീവിതങ്ങൾ രക്ഷിക്കപ്പെടും. അറിയാതെ അവരേതെങ്കിലും സഭയിൽ പോകട്ടെ, ഏതെങ്കിലും നമ്മൾ പറയുന്ന ഒരു വാക്കുമൂലമായിരിക്കാം അവരൊരു പക്ഷേ ഒരു ദൈവദാസനമായിട്ട് ഒരു സഭയുമായിട്ടൊക്കെ ബന്ധപ്പെടുവാനിടയാകും. നമുക്കറിയത്തില്ല എറ്റേണിറ്റി എങ്ങനെയാണ് ദൈവം ഡയറക്റ്റ് ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സമയം മാത്രമേ എനിക്കുള്ളൂ. നാളെ എന്ന് പറയുന്നത്, ഇന്നലെ എന്ന് പറയുന്നത് എനിക്കിനി കിട്ടത്തില്ല. അതുകൊണ്ട് തക്കത്തിൽ ഈ സമയം ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ ദിവസങ്ങൾ നമുക്കെല്ലാം അതിനുവേണ്ടി ഒരുങ്ങാം. ഈ സന്ദേശം ദൈവം തന്നതിന്റെ ഉദ്ദേശം, ദൈവം നമ്മളെ എന്തിനോ വേണ്ടിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് കാണുവാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. ദൈവം തുറക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അവസ്ഥയെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് ഓൾ ഓഫ് us. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. കേട്ടതായിട്ടുള്ള വിലപ്പെട്ട ദൂതിന്റെ മുമ്പിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഹല്ലേലൂയ ഒരുമനപ്പെട്ടു. ഹല്ലേലൂയ. ഞങ്ങളെ നോക്കൂ. ഹല്ലേലൂയ. ഒരുമിച്ച് മുടന്തന്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയാവുന്നു. ദേവാലയം ഹല്ലേലൂയ സുന്ദരമായ ദേവാലയമാവുന്നുവെങ്കിലും സ്ഥിരമായി അതിന്റെ വെളിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നതായ ഈ മുടന്തരായിരിക്കുന്ന ഈ മനുഷ്യൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുനാമം അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തിയാവുന്നു. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ സ്തോത്രം, 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 സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി രാത്രികാലം ദൈവമക്കൾ പിന്നെയും മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം, ആ ഫുൾ അതോറിറ്റി ഹല്ലേലൂയ അത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കാവുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുഷ്ഠരോഗികൾ സൗഖ്യമാവുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാവുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണങ്ങൾ വിട്ടുപോകുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ ഈ സമയം വരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ മുഴുവനായ മനുഷ്യൻ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റത്തിന്റെ വ്യക്തമായ ചിത്രമാകുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എബ്രായർ ലേഖനത്തിലേക്ക് വരുമ്പോൾ നഗരവാതിലിന്റെ പുറത്ത് വെച്ച് നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും തന്നെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ
ഹല്ലേലൂയ. അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ അടികളെ താഴ്ത്തുന്നു കർത്താവെ. സ്തോത്രം. ഈ രാത്രികാലം ഹല്ലേലൂയ സുഖ ഉറക്കങ്ങൾ തരണമേ. പ്രഭാതത്തെ മുഖശോഭ കണ്ടുണരുവാൻ നന്ദി കരയേറ്റുവാൻ സഹായിക്കണമേ. എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ. തിരുമേനി പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗപിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാ വഴി നടന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗം അടികളോടും തിരുവചനം ശുശ്രൂഷിച്ച ഭക്തരോടും ഈ പ്രജകളായിരിക്കുന്ന എല്ലാവരോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നേകം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്ന സമയത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രയർ ലൈൻ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. നാളെ വൈകിട്ട് വീണ്ടും 9 മണിക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. അതിനായിട്ട് നമുക്ക് കടന്നു വരാം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ തോമസ് പി ജോൺസൺ ഹ്യൂസ്റ്റണിൽ നിന്ന് ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ദൈവജനത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. അടുത്ത ബുധനാഴ്ചയും താൻ ദൈവജനത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിംജൻ ഇവാഞ്ചലിസ്റ്റ് സിംജൻ മിഷൻ ട്രിപ്പിനായിട്ട് കടന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന പ്രത്യേക പ്രയർ ലൈൻ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലം മനോഹരമായ പാട്ട് പാടിയതായ ജെയിംസിനുള്ള നന്ദി, ഫ്ലോറിഡയിൽ ഉള്ളതായ ജെയിംസ് വർഗീസിനുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായിയുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവസേനയിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവെ ഒരു ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണിച്ചു തരണമേ. അദ്ദേഹത്തോട് സുവിശേഷം പറയുവാൻ, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ദൈവസ്നേഹം ഒരു ഹാൻഡ് ഷേക്കിൽ കൂടെ അല്ലെങ്കിൽ ഒരു ജസ്റ്ററിൽ കൂടെ ഒരു വാക്കിൽ കൂടെ നമുക്ക് പകർന്നു കൊടുക്കുവാൻ തക്കണം. നമ്മളെ ആക്കിയിരിക്കുന്ന മിനിസ്ട്രി ഒരു ഫുൾ ടൈം മിനിസ്ട്രി ആണെന്നുള്ള ചിന്തയോടുകൂടി, ആ ദൈവഭാരത്തോട് ദൈവികമായ ചിന്തയോടുകൂടി അതേ ആത്മഭാരത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളെ വചന പഠനം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ എന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ നിസ്സാരമാ.